ബലൂചിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ബലൂച്ച് ആർമിയുടെ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനും ചൈനയും കിടുകിട വിറയ്ക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ത്യയെ എതിർക്കുന്നതിന് പകരം നിങ്ങൾ അവരെ തടുക്കൂ എന്നാണ് ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ എല്ലാം അത്ര സുഖകരമായല്ല നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അടുത്ത സഹായി റാണ സനാഉള്ള അടുത്തിടെ പ്രദേശത്ത് ഒരു സുരക്ഷാ ആശങ്ക ഉന്നയിച്ചിരുന്നു. സുരക്ഷാ നടപടികൾ ശക്തമാക്കിയില്ലെങ്കിൽ സായുധ സംഘങ്ങൾ പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പോസ്റ്റിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയ സുരക്ഷാ സംരക്ഷണത്തിനും സാധ്യതയുള്ള ഭീഷണികളെ നേരിടുന്നതിനും സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തണമെന്നാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവും മുൻ ഫെഡറൽ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒരു സമയത്താണ് ബലൂച്ച് രാജി അജോയ് സംഗാർ സായുധ വിഘടനവാദ ഗ്രൂപ്പുകളുടെ ഒരു സഖ്യം സംഘടനയുടെ പ്രധാന പുനഃസംഘടന പ്രഖ്യാപിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യ വിഘടനവാദികളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അവർക്ക് സുരക്ഷിത താവളങ്ങൾ നൽകുന്നതിന് ഇറാനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഈ ആരോപണങ്ങൾ തള്ളിക്കളയുകയും അവയിൽ യാതൊരു കഴമ്പുമില്ലെന്നും പറയുകയും പകരം ഇസ്ലാമാബാദ് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന സ്വന്തം ചരിത്രത്തെക്കുറിച്ച് പറയണമെന്നാണ് ന്യൂഡൽഹി പറയുന്നത്. എന്തായാലും ബലൂചിസ്ഥാനിൽ ഉയർന്നു വരുന്ന വലിയ രീതിയിലുള്ള വിഘടനവാദത്തിന്റെ കാരണം ഇന്ത്യയാണെന്ന് പറയുമ്പോൾ ഇന്ത്യ തിരിച്ച് മറുപടി കൊടുത്തിരിക്കുന്നത് ആദ്യം നിങ്ങൾ ഇസ്ലാമാബാദിലെ തീവ്രവാദം നിർത്തൂ എന്നാണ്. എന്തായാലും ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂച്ച് റിപ്പബ്ലിക്കൻ ഗാർഡ്, സിന്ധുദേശ് റവല്യൂഷണറി ആർമി എന്നിവയുൾപ്പെടെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഖ്യമായ ബലൂച്ച് രാജി അജോയ് സംഗാർ ബലൂച്ച് നാഷണൽ ആർമി എന്ന പേരിൽ ഒരു ഏകീകൃത സേനയായി പരിണമിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാനും ചൈനയ്ക്കും ഇത് വലിയ നെഞ്ചെടുപ്പാണ് നൽകുന്നത്. ഇവരെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയാണ് എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തെയും പ്രവർത്തനങ്ങളെയും ഒരൊറ്റ സംഘടനയ്ക്ക് കീഴിൽ സംയോജിപ്പിക്കുന്നതിന് പുതിയ കമ്മിറ്റികളും വകുപ്പുകളും രൂപീകരിക്കുന്നതാണ് ഇതിൽ ഉള്ളത്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഇതിൽ ഉള്ളതെന്നാണ് പറയുന്നത്. ബലൂചിസ്ഥാനിൽ സായുധ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. ബലൂച്ച് സ്വാതന്ത്ര്യ അനുകൂല ഗ്രൂപ്പുകൾ, പാകിസ്ഥാൻ സുരക്ഷാ സേന, സർക്കാർ സ്ഥാപനങ്ങൾ, ചൈനീസ് പിന്തുണയുള്ള പദ്ധതികൾ എന്നിവയ്ക്കെതിരെയാണ് ഇവരുടെ പരിപാടികൾ എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യം. ചൈനയ്ക്കും ബലൂചിസ്ഥാനിൽ യാതൊരുവിധ കാര്യങ്ങളും ഇവർ അവിടെ ശക്തി പ്രാപിച്ചാൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുന്നത്. ഇതോടുകൂടിയാണ് ഇവർക്ക് പിറകിൽ ഇന്ത്യയാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി അടക്കം വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുമ്പോൾ അവിടെയുള്ള വിഘടനവാദികളെല്ലാം കൂടെ ഒന്നിച്ചൊരു കുടക്കീഴിൽ അണിനിരക്കാൻ പോകുമ്പോൾ അതിന് പിറകിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോൾ ഇന്ത്യ അത് നിഷേധിക്കുകയാണ്. എന്നിരുന്നാലും അവർക്ക് വേണ്ട എല്ലാവിധ സാമ്പത്തിക സഹായവും ഇന്ത്യ നൽകുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോഴും ആരോപിക്കുന്നത്. ചൈനയ്ക്കും ഇത് വലിയ ആശങ്ക തന്നെയാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.